നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് മിഥുനമാസം ഉള്ള ഏറ്റവും അധികം ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം വിദ്യാസ്ഥാനത്ത് നിൽക്കുന്നു. വിദ്യ, വാക്ക്, വിദ്യ, പ്രവൃത്തി, ധനം, പിന്നെ നമ്മുടെ സ്വന്തം ഗ്രഹം എന്നിവയൊക്കെ അടങ്ങുന്നതായ സ്ഥലത്ത് വ്യാഴം നിലകൊള്ളുന്നു. അത് നിങ്ങൾക്ക് ശുഭഫലം തന്നെ സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ വിജയം, എഴുത്ത് പരീക്ഷയിൽ വിജയം, പിന്നെ ഉപരിപഠനം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അനുകൂലമായി വരുന്നതായിട്ട് വ്യാഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നു. പിന്നെ തൊഴിൽ തേടുന്നവർക്കും അനുകൂലമായിട്ട് കാണുന്നു. അപ്പോൾ വളരെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ ഇടവരാശിയെ സംബന്ധിച്ച് നമുക്ക് സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ദൈവാനുഗ്രഹം നിലവിലുണ്ട്. നമ്മൾ ചിന്താമണ്ഡലം, നല്ല ചിന്തകൾ ഉണ്ടാകുകയും അത് പ്രവൃത്തി പദത്തിലോട്ട് എത്തിക്കാൻ കഴിയും എന്നാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തിയാൽ നമുക്ക് കാലതാമസം കൂടാതെ തന്നെ നമ്മുടെ ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് സിദ്ധിക്കുന്നതാണ്. ഇനി അടുത്ത് മിഥുനക്കൂറാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാല്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ അനുഭവങ്ങളും ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും എന്ന് തന്നെ കാണുന്നു. മംഗളകരമായ കാര്യങ്ങൾ, വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പുരോഗമനം ഉണ്ടാകുന്നു. പിന്നെ യാത്ര, നമ്മൾ വളരെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന യാത്രകൾ, അതും സഫലമായി വരുന്നു. പിന്നെ വാഹനലബ്ധി, ക്രയവിക്രയങ്ങൾ എന്ന് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. അതിനായിക്കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് കാലതാമസം ഒന്നും എടുക്കാതിരിക്കുന്നതിന് നമ്മുടെ കാലതാമസം അല്ലാതെ തന്നെ ഭാഗ്യം സിദ്ധിക്കുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങളുടെ രാശിയിലോട്ട് ശനിയുടെ ബന്ധം വരുന്നുണ്ട്. അതുകൊണ്ട് ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായി കാണുന്നു. ഇനി അടുത്ത് പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11 വ്യാഴം നിലകൊള്ളുന്നു. ലാഭസ്ഥാനം എന്ന് പറയും. അപ്പോൾ എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ഗുരുവിനെ പ്രീതിപ്പെടുത്തുക വ്യാഴാഴ്ച. പിന്നെ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോയാൽ നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ധനസ്ഥാനത്തോട്ട് ശനിയുടെ ദൃഷ്ടി വരുന്നു. അപ്പോൾ ചില പ്രതിബന്ധങ്ങൾ വന്നിരുന്നാൽ തന്നെയും പിന്നീട് അത് നേരെയായി വരുന്നതായിട്ട് കാണുന്നു. ഇനി പറയുന്നത് തുലാക്കൂറാണ്.
തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിലകൊള്ളുന്നു. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് ദോഷമായിരുന്ന വ്യാഴം നിങ്ങൾക്ക് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വന്നിട്ടുണ്ട്, ഭാഗ്യം തരുന്നതിനായിക്കൊണ്ട്. അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും സഫലമാകും. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ യാത്രാഗുണം, പിന്നെ എന്ന് വേണ്ട സകല കാര്യങ്ങളും, ക്രയവിക്രയങ്ങൾ, വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ശനി ദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ അനുഭവയോഗ്യമായി മാറത്തുള്ളൂ. അപ്പോൾ ശനിയാഴ്ച ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവം തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി പറയുന്നത് ധനുവാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് 7ാം ഭാവം ഭാര്യാസ്ഥാനം, യാത്രാസ്ഥാനം, നിവൃത്തിസ്ഥാനം എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാവിധമായ കാര്യങ്ങളും അത് സഫലമാകും എന്ന് തന്നെ കാണുന്നു. വിവാഹാദി കാര്യങ്ങൾ, വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ സഫലമാകുന്നു. പിന്നെ വിദേശയോഗം, വിദേശയാത്ര ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് വിദേശയാത്ര, പിന്നെ വാഹനലബ്ധി, ഗൃഹനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ധനുരാശിയെ സംബന്ധിച്ച് കാണുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു അവസ്ഥ കൂടി ഉണ്ട്. ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ അനുഭവത്തിൽ വരത്തുള്ളൂ. ഇനി പറയുന്നത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5ാമിടത്ത് നിൽക്കുന്നു. 5 എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനമാണ്. അതായത് എന്താണോ മനസ്സിൻ്റെ സ്ഥാനമെന്ന് പറയും. പിന്നെ സന്താനഭാവം ഒക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അത് എന്ത് തന്നെ ആയിരുന്നാലും, ക്രയവിക്രയങ്ങളായാലും ശരി, ഗൃഹനിർമ്മാണമായിരുന്നാലും ശരി, ഇനി സന്താനഭാഗ്യം ആയിരുന്നാലും ശരി, എല്ലാം തന്നെ അനുകൂലമായി വരുന്നതായിട്ട് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നു. അപ്പോൾ വ്യാഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാശിയിൽ രാഹു നിലയുറപ്പിച്ചിട്ടുണ്ട്, യാത്രാസ്ഥാനത്ത് കേതു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതായിട്ട് കാണുന്നു. പിന്നെ വന്നിട്ട് ഇനി പറയുന്നത് ഈ ശനി നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കടുത്ത ദോഷമില്ല, എന്നാലും ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതായിട്ട് കാണുന്നു. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം യാത്രാസ്ഥാനത്താണ്. അതായത് 4ാം ഭാവം മാതൃസ്ഥാനം, സുഹൃത്തിൻ്റെ സ്ഥാനം, സുഖസ്ഥാനം എന്ന് പറയും. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഗ്രഹമൊക്കെ പുതുതായി പണിയാനോ അല്ലെങ്കിൽ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ ആയിക്കൊണ്ട് ഒരു അനുകൂല സാഹചര്യം ഉണ്ട്. അപ്പോൾ ശനിയുടെ ദൃഷ്ടി അവിടേക്ക്, ശനി ആ രാശിയിൽ നിൽക്കുന്നു. പിന്നെ
വേഴഗ്രഹത്തെ ശനി ബന്ധവും വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹനിർമ്മാണമൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും കടബാധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ബാങ്ക് ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടും വരും എന്നുകൂടി ശനി സൂചിപ്പിക്കുന്നു. പൊതുവെ വേഴത്തിൻ്റെ നിൽപ്പ് നമുക്കൊരു 60% വിജയപ്രദമാണ്. അപ്പോൾ കൂടുതൽ ഗുണഫലം സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങളൊക്കെ വന്നേക്കാം. അതിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഓരോ പ്രായക്കാർക്കും അവരുടേതായ ഇപ്പോഴുള്ള നിലവിൽ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെ അടിസ്ഥാനത്തിലൊക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു ആസ്ട്രോളജറെ കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.